2014 ശേഷം ഈ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിൻ്റെ വേഗം കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ BA ഹിസ്റ്ററി കോഴ്സിൻ്റെ പാഠ്യപദ്ധതിയിൽ സിലബസിൽ പല കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചിലതൊക്കെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണ നേതൃത്വത്തിലേക്ക് കൂടി ഇതിൻ്റെ വ്യാപ്തി കൊണ്ടുവരിക. അപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതൊരു പക്ഷേ എളുപ്പമായിരിക്കും, മറ്റ് സംസ്ഥാനങ്ങളിൽ അത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് UGCയുടെ ഈ മാർഗനിർദ്ദേശങ്ങളെ നമ്മൾ കാണേണ്ടത്. അല്ല, ഇത് സമഗ്രമായ അധികാരം കൈയാളലാണ്. ഇപ്പോൾ ഹിസ്റ്ററി പുസ്തകത്തിലെ കരിക്കുലത്തിലെ സിലബസിലെ ചില മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ സോഷ്യോളജിയിലെ ചില മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്ന ടിങ്കറിങ് അല്ല ഇത് സമൂലമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ ഒരർത്ഥത്തിൽ അവരുടെ താല്പര്യങ്ങൾ പ്രത്യയശാസ്ത്ര പരിഗണനകൾക്കനുസരിച്ച് മാറ്റിയെടുക്കുന്നതിൻ്റെ സമഗ്രമായൊരു മാറ്റത്തിൻ്റെ ഭാഗമാണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ അപകടം നിൽക്കുന്നത്. ഞാനതിലൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയേണ്ട കാര്യം എന്നുള്ളത്, ഇത് ഈ ഒരു മാറ്റത്തിന് പിന്നിൽ നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നിയമപരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് സുപ്രീം കോടതിയുടെ, ഞാൻ അതിനെ വളരെ അന്യായമായ ഒരു വിധി എന്ന് തന്നെ പറയട്ടെ, ആ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കല്യാണി മതിവാനൻ കേസിൽ UGCക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാനും വൈസ് ചാൻസലർ നിയമനത്തിൽ ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് ഉണ്ടാക്കുവാൻ പൂർണ്ണമായ അധികാരം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടുള്ളൊരു സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി എന്ന് പറയുന്നത്, അതിനു മുൻപേ ബോംബെ ഹൈക്കോടതി ഈ വിഷയം വളരെ ഗൗരവമായി പരിഗണിക്കുകയും ആ കേസ് സുരേഷ് പാത്തിൽഖഡെ വേഴ്സസ് ചാൻസലർ യൂണിവേഴ്സിറ്റി ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കേസിൽ ബോംബെ ഹൈക്കോടതി ഇത് വളരെ വിശദമായി പരിഗണിക്കുകയും അതിനു മുൻപുള്ള പല സുപ്രീം കോടതി വിധികളും നിയമപരമായ കാര്യങ്ങളും ഭരണഘടനാ പ്രൊവിഷൻസും ഒക്കെ പരിഗണിച്ചുകൊണ്ട് UGCക്ക് ഇത്തരം ഒരു വൈസ് ചാൻസലർ നിയമനത്തിൽ റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അധികാരമില്ല എന്നും അത് UGC ആക്ടിൽ UGCക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾക്ക് പുറത്തുള്ള കടന്നുകയറ്റമാണെന്നും കൃത്യമായി കണ്ടെത്തുകയും കാര്യകാരണ സഹിതം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതോടൊപ്പം UGC റെഗുലേഷൻ ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആയതുകൊണ്ട് അത് പ്രൈമറി ആയിട്ടുള്ള സംസ്ഥാന നിയമസഭകൾ ഉണ്ടാക്കുന്ന ലെജിസ്ലേഷനെ ഓവർടേൺ ചെയ്യാൻ അത്തരം സബോർഡിനേറ്റ് ലെജിസ്ലേഷൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്നും കൃത്യമായി കാര്യകാരണ സഹിതം നിയമപരമായി വന്നിട്ടുള്ള ആ ജഡ്ജ്മെന്റിനെ തിരുത്തിക്കൊണ്ട് അതിനെ നിരസിച്ചുകൊണ്ടാണ് പിന്നീട് കല്യാണി മതിവാനൻ കേസിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വരുന്നത്. കോടതി വിധികളെ വിമർശിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. ആ വിമർശനത്തിന്റെ രീതിയിൽ തന്നെ പറയട്ടെ, ആ വിധി എന്ന് പറയുന്നത് നിയമത്തിന് നിരക്കുന്നതല്ല, ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല, കോടതിയുടെ ജുഡീഷ്യറിയുടെ അടിസ്ഥാനമായ പ്രോട്ടോകോളിന് നിരക്കുന്നതല്ല. കാരണം ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുപോലും സംബോധന ചെയ്യാതെ വി ഡു നോട്ട് എഗ്രി, വി റെഫ്യൂസ് ടു അക്സെപ്റ്റ് എന്ന ബ്ലാങ്കറ്റ് ആയിട്ട് അതിനെ ഡിസ്മിസ് ചെയ്യാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, അതിന് കാരണങ്ങൾ എന്താണ്, അതിൻ്റെ നിയമപരമായ വശങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ, അതിലേക്കൊരു നോട്ടം പോലും ഇല്ലാതെ അത് ഡിസ്മിസ് ചെയ്യലും, ആ ഡിസ്മിസ് ചെയ്തതിൻ്റെ ശക്തിയിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് UGCയുടെ റെഗുലേഷൻസ് മുഴുവനും മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനും അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ആ സുപ്രീം കോടതി വിധി നിയമപരമല്ല എന്നത് കൃത്യമായി അതിനെതിരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ തന്നെ അതിനെതിരെ അപ്പീൽ പോവുകയും അത് വ്യക്തമായിട്ട് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യേണ്ടതാണ് ഇന്നത്തെ ആവശ്യം.